പിന്നെ ഡൽഹിയുടെ വേറൊരു ശീലം ചായ കുടി ഭയങ്കര ശീലമാക്കി തന്നത്. കാരണം ഈ ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞൊരു ഇവന്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് സൗഹൃദം പങ്കിടാനായിട്ട്, സ്നേഹം പങ്കിടാനായിട്ട്, വർത്തമാനം പറയാനായിട്ട്, വിശേഷങ്ങൾ പറയാനായിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, കോംപ്രമൈസ് ടോക്ക്, പിന്നെ മീറ്റപ്സ്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കാരണമാണ് ചായ കുടിക്കാൻ പോലെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ചായ കുടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ കോളേജിന്റെ പുറത്തുള്ള 2 സുഹൃത്തുക്കൾ എനിക്കുണ്ടാകും. അപ്പം ഞങ്ങൾ രാത്രിയിൽ ചായ കുടിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ശീലമാണ്. അപ്പം ഒരിക്കൽ പോകുമ്പം അപ്പം ഇവര് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേന് ഗേറ്റ് മാറിയിട്ട് അപ്പോൾ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞിടക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഗേറ്റിനെ ചാടാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. ഇങ്ങനെ ഒരു ചാടാനായിട്ടൊരു ശ്രമം എന്ന് വെച്ചാൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് ചെയ്തതാണ്, കോളേജിൻ്റെ ഗേറ്റ് ചാടുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം എല്ലാ സൈഡിൽ നിന്നും, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടേ ഉള്ളൂ, എല്ലാ സൈഡിൽ നിന്നും പട്ടാളക്കാർ തൂക്കുമായിട്ട് വന്നിട്ട് ഇങ്ങനെ തൂക്ക് പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഭയന്നുപോയി. എന്താ സംഭവിക്കുമ്പോൾ അറിയത്തില്ല. ഒന്ന് ഈ തൂക്കൊക്കെ കണ്ടിട്ട് വായിൽ നിന്ന് വർത്താനം വരുന്നില്ല. അപ്പം ആകെ ഇങ്ങനെ വിറങ്ങലിച്ച് തോക്കൊക്കെയാണല്ലോ, ബാക്കിയൊന്നും അല്ലല്ലോ, എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പ്രൊഫസറാണ് ഉപീന്ദർ കൗർ. ഉപീന്ദർ കൗർ മൻമോഹൻ സിംഗിന്റെ മകളാണ്. അപ്പം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പം ഈ ഉപീന്ദർ കൗറിന്റെ ഒരു പെരുമാറ്റവും അവരുടെ അധ്യാപനവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മകളാണെന്നുള്ള ഒരു ഭാവമോ ഒരു തോന്നലോ നമുക്കില്ല. അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ മകൾക്ക് സുരക്ഷയുണ്ട്. അപ്പം ഇവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തൂടെയാണ് ഈ പോകുന്നത്. അപ്പൊ ഇവരെന്തോ ട്രസ്പാസസ് ആണെന്ന് എഴുതിയിട്ടാണ് ഇവര് സെക്യൂരിറ്റി ഗാർഡ്സ് അലർട്ടായിട്ട് ചാടി വീണത്. എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് വെടിവെച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ കാർഡൊക്കെ കാണിച്ചു. ജീവിതത്തിൽ ഏറ്റവും ഭയന്നൊരു നിമിഷം. അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഒട്ടും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. ചായ കുടിക്കാൻ മതിരിയാടുമ്പോഴത്തേക്കിന് പട്ടാളക്കാർ തൂക്കുമായിട്ട് വളയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ അത്തരം എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ രസമാണ്. അന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഭീകരമായി പേടിച്ചു. എന്താ സംഭവിക്കുന്നു, വാക്ക് വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായ കുടി ഡൽഹി തൊട്ടുള്ളൊരു ശീലമാണ്. പിന്നെ ഡൽഹിയിൽ നിന്ന് കിട്ടിയ വേറൊരു ശീലം ഒരു ദുശീലമായിട്ട് ഉപേക്ഷിച്ചൊരു സാധനമാണ്. അത് ഡൽഹി ശീലങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഡൽഹി പഠിക്കാൻ പോയ കാലം തൊട്ട് ഈ വെള്ളത്തിന് പകരം കോള ചൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അമിതമായി കോള കുടിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം. ഇപ്പൊ പറഞ്ഞാൽ ഞാൻ എണ്ണം പറയുന്നില്ല, എണ്ണം പറഞ്ഞത് ട്രോളായിട്ട് എൻ്റെ നെഞ്ചത്ത് തന്നെ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ എണ്ണം പറയാത്ത രീതിയിൽ കോള കുടിക്കും. അപ്പം ഒരു 2011 തൊട്ട് 2017 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോള കൺസ്യൂം ചെയ്യുന്നു. അപ്പം 2017 എൻ്റെ ഒരു ഫ്രണ്ടിന് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്നെ കൂട്ടിന് ഞാനും കൂടെ പോവാണ്. നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊരു ഫുൾ ഡേ പ്രക്രിയയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് പോകുന്നത്. ഇതൊരു ഫുൾ ഡേ പ്രക്രിയ ആകുമ്പം നമ്മളും ഇതിന്റെ പാർട്ടാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇത് ഇത്രയും സമയം നീയും കൂടെ നിൽക്കണം, എന്നാ പിന്നെ ഇതങ്ങ് ചെയ്തേരെന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഇത് ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ബോറടിച്ചിരിക്കുകയാണല്ലോ, എന്നാ പിന്നെ ആട്ടെ ഇവൻ ചെയ്യുന്നതല്ല നമ്മളും ചെയ്തു. നമുക്കൊരു അസുഖമൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഹോൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവസാനം എത്തിയപ്പോൾ ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് ചെല്ലുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മദ്യപിക്കില്ല. അല്ല, മദ്യപിക്കാറുണ്ടോ? ഇല്ല, മദ്യപിക്കുമെന്ന് പറയുന്നതിനകത്ത് കുഴപ്പം. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലാണെന്ന്. അത് വലിയ നമ്പറാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പം എന്നോട് ചോദിച്ചു, വേറെ ശീലങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ശീലങ്ങളൊന്നും പറയുമ്പം ഇത് പറയുന്നില്ല, കാരണം ഇതൊരു മോശം കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ അത് കഴിക്കും, ഇത് കഴിക്കും, നോൺ വെജ് കഴിക്കും, ഒക്കെ കഴിക്കും, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ഫുഡ് കഴിക്കും, പക്ഷേ ഇത് മാത്രം പറയുന്നില്ല. അപ്പം ചോദിച്ചു, അല്ലല്ല വേറെ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞിങ്ങനെ കോള കുടിക്കുന്നു. അപ്പോൾ അന്നേരം അയാൾ പറഞ്ഞു, സ്വിച്ച് ഇട്ട് അതുപോലെ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2017 ശേഷം പിന്നെ കോള കുടിച്ചിട്ടേ ഇല്ല എന്നല്ല, ഇപ്പം വളരെ സാഹചര്യവശാൽ 1-2 തവണ കുടിച്ചിട്ടുള്ളതല്ല ഞാൻ കുടിക്കാറ്. അപ്പം അങ്ങനെ ഡൽഹിയുടെ ശീലങ്ങൾ നിർത്തിയ ശീലം അതാണ്. ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ കോള പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. പിന്നീടാണോ അതിന് മുമ്പാണോ എന്നറിയില്ല, രാജേഷ് പിള്ളയുടെ, നമ്മുടെ ട്രാഫിക്കിലെ രാജേഷ് പിള്ളയുടെ മരണത്തോട് കൂടിയിട്ടാണ് മലയാളിയുടെ ഒരു വലിയ, കുറഞ്ഞൊന്നോ ഇല്ലാതായിന്നോ വിചാരിക്കുന്നില്ല, മലയാളികളുടെ ഒരു വലിയ കോളാശീലം നിന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കോള കമ്പനിക്കാരെല്ലാം കൂടെ എനിക്ക് എതിരാകും. എങ്കിൽ പോലും ഒരു അനുഭവം കൂടി പറയാം. ഒരു ദിവസം ഞങ്ങൾ ഒരു ബസ്സിൽ ടൂർ പോയി. യാത്ര പോകുമ്പം ഇപ്പം വെളുപ്പിന് ഇറങ്ങണം. വെളുപ്പിന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പം ഈ ഒരു ബസ്സിൻ്റെ ക്ലീനറായിട്ടുള്ള പയ്യൻ, അപ്പം അവനാണെങ്കിൽ ഒരു 2 ലിറ്ററിൻ്റെ
കോളയുമായിട്ട് പോകുന്നു. ഞാൻ ആലോചിച്ചോളൂ, ഈ വെളുപ്പാങ്കാലത്തൊക്കെ പലതരത്തിൽ കോള കുടിക്കുന്നവരുണ്ട്. 4 മണിക്കൊക്കെ കോള കുടിക്കുന്നവൻ എന്തെങ്കിലും കോള കുടിക്കുന്നത് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പം ഇവൻ ഇത് കൊണ്ടുപോയിട്ട് ടയറ് തുടയ്ക്കുകയാണ്. ഇപ്പം ടയർ തുടയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ട്രൈ ചെയ്താൽ മതി. കോള വെച്ചിട്ട് ടയർ തുടയ്ക്കുമ്പോൾ ടയർ ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട് പുതിയ ടയർ പോലെ തോന്നും. അപ്പോൾ ഒരു ടയറിനെ ഇങ്ങനെ ബ്ലാക്കിഷായി ശുദ്ധീകരിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അത് പോട്ടെ, ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും രാഹുലിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ക്ഷണം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഉയർന്ന മൂക്കിനെ കുറിച്ചുള്ള വർത്താനം എന്തായാലും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാവും, കാമുകിമാർ പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മോഹം മനസ്സിൽ വരികയോ അങ്ങനെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സിനിമയിൽ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എയറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫർ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പറയില്ല, തുറന്നു പറയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എയറിലായിരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല, അതിനെ വേറെ രീതി പ്രസന്റ് ചെയ്യും. പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ആണ് സിനിമ. ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ട്രോൾ ആവത്തില്ലല്ലോ അല്ലേ? ഇല്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പുതിയ സിനിമകളെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് ഷോ പോയി കാണും. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പുതിയ സിനിമകളും കാണും. അതിപ്പം നല്ലതായാലും മോശമായാലും കാണും. അപ്പോൾ ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ജോബി, റിനോ, ഞങ്ങൾ കുറച്ചൊരു സിനിമ കമ്പനിക്കാരുണ്ട്. ഞങ്ങളെല്ലാം കൂടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ പല ഗ്യാങ്, എനിക്ക് വേറൊരു ഗ്യാങ്ങുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അനിൽ, ഞങ്ങൾ വേറൊരു ഗ്യാങ്ങുണ്ട്. പാലക്കാട് MLA ആയപ്പോൾ പാലക്കാട് പുതിയൊരു സിനിമാ ഗ്യാങ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാങ്ങുകളിലൊന്ന് സിനിമാ ഗ്യാങ്ങാണ്. സിനിമ ഇങ്ങനെ കാണാൻ നമുക്കൊരു നമ്മുടെ വൈബിനോട് നിൽക്കുന്ന ഒരു ടീം എനിക്ക് വേണം. അതല്ലാതെ ഒരു ടീമിനോടൊപ്പം സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സിനിമ കാണില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി ഇത് കാണാൻ പറ്റിയില്ല എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ സിനിമയുടെ പുതിയ കാലഘട്ടത്തിൽ ഒരുവിധം സംവിധായകന്മാരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു തെറ്റല്ലാത്ത ബന്ധം, അവരെ അങ്ങോട്ട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവര് അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ ഒരു ഡയലോഗ് പോലുമുള്ള വേഷങ്ങൾക്കൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്. അതിങ്ങനെ അവരുടെ ഒരു സൗഹൃദത്തിൽ ഒരു ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അവർ വിളിക്കണമല്ലോ. ഒരു പാസിംഗ് സീനിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത് അവരുടെ മര്യാദ. അത് നോ എന്ന് പറയുന്നത് അവരോടും എന്നോടും മലയാള സിനിമാ ലോകത്തോടുള്ള എൻ്റെ മര്യാദ എന്നുള്ളത് കൊണ്ട് അതില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള സിനിമാ മോഹമുണ്ട്. സിനിമാ മോഹം എന്ന് പറയുന്നത് പക്ഷേ അങ്ങ് ചോദിച്ചതുപോലെ അഭിനയമല്ല. സിനിമ എഴുതണം എന്ന്, തിരക്കഥ എഴുതണം എന്ന് വളരെ ഗൗരവത്തിലുള്ള ആഗ്രഹമുണ്ട്. 1-2 കാര്യങ്ങൾ കൊടുത്തോട്ടെ. രാഹുൽ തിരക്കഥ എഴുതുന്നു. 1-2 കാര്യങ്ങൾ ഇങ്ങനെ വളരെ ആലോചനയിലുണ്ടായിരുന്നു. അപ്പം ആലോചനയിൽ ഇരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പം പിന്നെ സമയം കുറഞ്ഞു. അതിനുശേഷം ആണ് വീണ്ടും പാലക്കാട് MLA ആകുന്നത്. പിന്നെ സമയം നന്നേ കുറഞ്ഞു. അപ്പം അതുകൊണ്ടൊക്കെ മുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ എങ്കിലും എന്നെ പീരീഡ് ഓഫ് ടൈം സിനിമ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില സംവിധായകരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പം ജോഫിൻ, ഇപ്പം രേഖാചിത്രത്തിൻ്റെ ജോഫിനൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ജോഫിനോടൊക്കെ 1-2 കാര്യം സംസാരിച്ചിരുന്നു. ഒരിക്കൽ ആൻഡോ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം അവരൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഞങ്ങൾ എന്തായാലും കൊടുക്കാൻ പോവാ. തിരക്കഥ രചനയിലാണ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, സമ്മതിച്ചിട്ടുണ്ടേ. ഇല്ലില്ല, രചനയിലല്ല കേട്ടോ, രചനയിലില്ല. ചില കാര്യങ്ങൾ ആലോചനയിൽ. അതെ, അത് മതി. ഉള്ളിൽ നടക്കുകയാണ്, എടുത്ത് നടക്കുകയാണ്, അത് പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് വരും, കുഴപ്പമില്ല. നോട്ട് വരണം എന്നുള്ളത് ആഗ്രഹമാണ്. നമ്മുടെ ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. ഈ പുതിയ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ച് രാഹുൽ ഒന്നും പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിന്റെ പഴയ ഹിന്ദി പാട്ടുകൾ ചോദിച്ചിട്ടില്ല. ശരിക്കുള്ള പാട്ട് ആസ്വാദകനാണ് രാഹുല്. അതിലേക്ക് ഞാൻ ശരിക്കും വന്നിട്ടില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ഈ പുതിയ കാലഘട്ടത്തിൽ സ്ട്രോങ് ഏരിയ ആണല്ലോ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പാട്ടുകളുടെ ഇന്റർവ്യൂ. അതെ. ഞാൻ പൊതുവേ ഇന്റർവ്യൂകളിൽ ഒരു ഭയങ്കര കുറവുള്ള ഒരാളാണ്. എൻ്റെ ഒരു പ്രൊഫൈൽ ഗാലറിയിൽ ഇന്റർവ്യൂകൾ വളരെ കുറവായിരിക്കും. ഞാൻ അതിനെങ്ങനെ ഇന്റർവ്യൂകൾക്ക് ഇരിക്കാറില്ല. പല ക്ഷണം ഉണ്ടെങ്കിലും ഇരിക്കാറില്ല. ഇപ്പൊ ഞാൻ MLA ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. MLA ആയതിനു ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും ബൈ ഇലക്ഷനിൽ ജയിച്ചിരുന്നതാണ്. അപ്പം എണ്ണമറ്റ ഇന്റർവ്യൂകൾക്ക് വിളിച്ചിരുന്നു. പക്ഷെ എനിക്കങ്ങനെ ഇന്റർവ്യൂകളൊരു എന്തോ എനിക്കൊരു എതിർപ്പൊന്നുമല്ല. ഞാൻ ഇന്റർവ്യൂകൾ കാണുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഇന്റർവ്യൂകൾ ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ പാട്ട് പറഞ്ഞിട്ടുള്ള സാധനം കാണാറുണ്ട്. പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ ഞാൻ പറഞ്ഞില്ല, പുതിയ കാലഘട്ടത്തിലെ സിനിമകളെല്ലാം കാണാറുണ്ട്. എല്ലാ സിനിമയും കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ മാത്രമേ എനിക്ക് മിസ്സായിട്ടുള്ളൂ. പിന്നെ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് സിനിമകൾ മിസ്സായത്. അത് തന്നെ പിന്നീട് ഞാൻ OTT പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഇപ്പോൾ വളരെ
സൗകര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറി സിനിമ കാണുന്ന ആളല്ല. അപ്പൊ ആവേശത്തിനകത്ത് പോയിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ആവേശപ്പെടും. പക്ഷെ ചിലപ്പോൾ ആവേശത്തിന്റെ സോങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വിനായകനോട് ചോദിക്കും, വിനായകൻ അങ്ങനെ പറയണമായിരുന്നു. വിനായകൻ പറയും അത് തമാശയായിട്ട് കാണും. ഇപ്പൊ ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുമ്പോൾ അത് പ്രേതം എന്ന് പറയുന്നത്, അപ്പം നമുക്കത് തമാശയാണ്. പക്ഷെ ഇതിന്റെ വേറൊരു കോൺടെക്സ്റ്റ്, ആ വാക്കിന്റെ ഒരു ഗൗരവം ഒരു ഉദ്ദേശിക്കില്ല. അത് പ്രേതം വന്നിട്ടാണ് പറയാൻ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുമ്പോൾ അതൊരു കോമഡിയാണ്. അത് ശരിയായ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാകും. ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായതുകൊണ്ട് അനുഭവം പറയാം, പേര് പറയുന്നില്ല. നമുക്കറിയുന്ന പരിചയത്തിലുള്ള ഒരാള്, അദ്ദേഹം ഫേസ്ബുക്ക് പുതുതായിട്ട് അക്കൗണ്ട് എടുത്തു. ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഈ ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ വലിയ പിടിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു എപ്പോഴും ഉള്ളൊരു ആകെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഏതിന്റെ ഇടയിൽ പിന്നെ ബെസ്റ്റ് വിഷസ് എല്ലാത്തിന്റെ ഇടയിൽ പുള്ളിയുടെ ആകെ പരിപാടി ഇതാണ്. അപ്പോൾ നിർദോഷമായ ഒരു കമന്റ് ആണല്ലോ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദ്രോഹവും ഒരു ദോഷമില്ല. നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്താൽ ബെസ്റ്റ് വിഷസ്, നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വേറൊരു സുഹൃത്തിൻ്റെ അമ്മ മരണപ്പെട്ടു, ഒരു ടീച്ചറാണ്. അപ്പം പുള്ളി ഈ മരണത്തിൻ്റെ പോസ്റ്റിനിടയിൽ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ് വളരെ നിർദോഷമായി പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് വിഷസ് കാരണം ഈ മറ്റേയാൾ എന്തോ ഇയാൾ ബോധപൂർവമാണെന്ന് പറഞ്ഞ് അയാളോട് ചോദിക്കാൻ പോകുന്നു, വഴക്കാകുന്നു, തർക്കമാകുന്നു. വളരെ നിർദോഷമായ ഒരു ബെസ്റ്റ് വിഷസ് എത്രമാത്രം വലിയ വിവാദമായി എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് ആദരാഞ്ജലികൾ അവരുദ്ദേശിച്ച സെറ്റിലൊക്കെയാണ്, സെറ്റാണത്. പക്ഷെ അല്ലാതെ നമ്മളിപ്പം പ്ലെയിൻ ആയിട്ട് ആദരാഞ്ജലി എന്ന് പറയുന്നതിന്റെ രീതിയിൽ ആലോചിക്കാതിരുന്നാൽ മതി. അവരാലോചിച്ച കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ആപ്റ്റ് വാക്കല്ലേ, അതിനപ്പുറം എന്താ അവർ പറയണ്ടേ? അത് ഞാൻ പുതിയ സിനിമകളെല്ലാം കാണാറുണ്ട്. എങ്കിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ ഡിഫറെന്റ് സ്റ്റൈലിൽ സിനിമ കാണുന്ന ടേസ്റ്റ് അല്ലേ ഉള്ളത്? എല്ലാത്തരം സിനിമകളും കാണും. അതിപ്പം നമ്മുടെ ഓരോ മൂഡായിരിക്കും. ഒന്ന് ഇറങ്ങുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ടേസ്റ്റ് വെച്ച് സമീപിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ മുന്നിൽ 3-4 സിനിമ മാത്രമായിരിക്കുമല്ലോ അറ്റ് എ ടൈം ഉണ്ടാവുക. അപ്പം അത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ OTT-യിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യും, നമ്മുടെ ആ ഒരു മൂഡിനനുസരിച്ച് ചൂസ് ചെയ്യും. ഇപ്പം നമുക്ക് ചിലപ്പം ത്രില്ലർ മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പം വളരെ ഗൗരവമുള്ള ഏതെങ്കിലും ഒരു പ്രമേയം കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ റൊമാൻറ്റിക് മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ പഴയ ഏതെങ്കിലും നൊസ്റ്റാൾജിക് സിനിമകൾ ഒന്നുകൂടെ കാണാനായിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെ അത് ഡിപ്പെൻസ് ഓൺ ദ മൂഡ്. അല്ലാതെ ഇത് കാണില്ല എന്നില്ല എല്ലാ സിനിമകളും. ഈ വീടും വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ രാഹുലെ? MLA യുടെ വീട്ടുകാരെയൊക്കെ ഞങ്ങളൊന്ന് കാണട്ടെ. അമ്മയോട് ചില ചോദ്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ട് എനിക്ക്.